അങ്ങനെ ആ കാത്തിരിപ്പും കഴിഞ്ഞു കേട്ടോ. ഇത്ര ദിവസം 5-ാം തീയതി ആവാനുള്ള കാത്തിരിപ്പായിരുന്നു കേട്ടോ. മോനും നാജിയും എത്താനുള്ള ദിവസത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്. പൂജാ ഹോളിഡേയ്സും ശനിയും ഞായറും ഒക്കെ കിട്ടിയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു 4-5 ദിവസം മുമ്പേ എനിക്കും ഉണ്ണിക്കും വീട്ടിലെത്താൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരുമിച്ച് കുറച്ച് ദിവസം നിൽക്കാനും പറ്റിയിട്ടുണ്ട്. ഞാനും ഉണ്ണിയും കുട്ടികളും ഒക്കെ ഒരുമിച്ച് വീട്ടിലുണ്ടാവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കേട്ടോ. ആ സന്തോഷത്തിൻ്റെ കൂടെ ഇപ്രാവശ്യം മോനും നാജിയും എത്താന്നുള്ള എക്സൈറ്റ്മെൻറ്റും കൂടെ ആയപ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷേ സങ്കടം എന്താ വെച്ചാൽ ഞായറാഴ്ചയാണ് അവർ വരുന്നത്. തിങ്കളാഴ്ച മുതൽ നമുക്ക് വീണ്ടും സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഒരുപാട് ദിവസം ഓരോ കൂടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരിടങ്ങേറ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ തിങ്കളാഴ്ച ഞങ്ങളെല്ലാവരും കൂട്ടത്തോടെ ലീവ് എടുത്തേക്കാണ് കേട്ടോ. ഞാനും ഉണ്ണിയും കുട്ടികളും ആരും സ്കൂളിൽ പോയിട്ടില്ല. ബേബി കുറച്ചധികം ദിവസമായിട്ട് ഒരാഴ്ചത്തോളമായിട്ട് സ്കൂളിൽ പോയിട്ടില്ല. അവൾക്ക് എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും അതിൻ്റെ ഇടയിൽ ഫുഡ് ഇൻഫെക്ഷൻ പറ്റി വയറിളക്കവും ഛർദിയും ഒക്കെ ആയിട്ട് തീരെ വയ്യാണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾ സ്കൂൾക്ക് അങ്ങനെ പോയിട്ടില്ല. ഇഷമോൾ തന്നെ മദ്രസൊക്കെ കുറേ ദിവസം ലീവാക്കി. അപ്പോൾ തിങ്കളാഴ്ചത്തേനും അപ്പുറം നമുക്ക് ലീവ് എടുക്കുക എന്നുള്ളത് എന്തായാലും പോസിബിളായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 പേരും ഇന്ന് കെട്ടും കെട്ടി നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്നെ കൊണ്ടാക്കാൻ മോനും നാജിയും ഷാമോനൊക്കെ വീട്ടിലുണ്ടായിരുന്നു. ഓരൊക്കെ വരുന്നുണ്ട്. ഉണ്ണി വരുന്നില്ല. ഉണ്ണി ഞങ്ങൾ ഇറങ്ങണതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുമ്പേ ഉണ്ണി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് മേമാൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അവിടെ ഞങ്ങളെ വെൽക്കം ചെയ്യാനായിട്ട് ഷെമിയിൽ മുട്ട മസാലയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെ രാത്രി നട്ടപ്പാതിരക്ക് കൊടികുത്തിമല പോയിട്ടുണ്ടായിരുന്നു കാടമുട്ട കഴിക്കാമെന്നും പറഞ്ഞിട്ട്. ശ്യാമോ വലിയ ഹൈപ്പൊക്കെ തന്നു കൊണ്ടുപോയതാണ് കേട്ടോ. കാടമുട്ട കിട്ടിയെങ്കിലും ഒരു രസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പകരമായിട്ട് ഷെമിൽ നല്ല അടിപൊളി കോഴിമുട്ട മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രേപ്പ് ലൈം ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അവനൊരു അടിപൊളി കുക്കാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അതൊക്കെ കഴിച്ചു. പിന്നെ സന നല്ല അടിപൊളിയായിട്ട് വരക്കും കേട്ടോ. അപ്പോൾ അവളുടെ കുറേ ഡ്രോയിങ്സും ഒക്കെ കണ്ട് ബേബിക്ക് അത് ഭയങ്കര ഇൻസ്പിറേഷനാണ്. സനത്തെ വരക്കണ പോലെ വരക്കണം എന്നാണ് എപ്പോഴും വരക്കാനിരിക്കുമ്പോൾ പറയാറ്. അപ്പോൾ ഇല്ലുവിന് പിന്നെയല്ലേ ഉച്ചയ്ക്ക് ഉറങ്ങുന്നതും ചെയ്യാത്തതിൻ്റെ ക്ഷീണവും ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കൂടുതൽ നേരം അവിടെ നിന്നില്ല. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ മേലാറ്റൂർ KR പോയി നല്ല ഷവായയും റൈസും മന്തി റൈസും ഒക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ ഇരിങ്ങാട്ടേക്ക് പോയി.